മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 143ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ പറയുന്നു സങ്കീർത്തനങ്ങൾ 91 മുതൽ 94 വരെ. 1 കൊരിന്ത്യർ 10-ാം അധ്യായം മുതൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓൾറെഡി എല്ലാവരും വായിച്ച് പഠിച്ചിട്ടുണ്ടാവും എനിക്കറിയാം. ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ആദ്യത്തെ ചോദ്യം, ഭക്ഷണം, വെള്ളം, ശില എന്നീ 3 വാക്കുകളുടെ അർത്ഥമുള്ള പദങ്ങൾക്ക് മുൻപിൽ കാണുന്ന സമാനമായ വാക്ക് ഏത്? ഏതൊക്കെ എന്ന് എഴുതുക. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. ഭക്ഷണം, വെള്ളം, ശില എന്നീ 3 വാക്കുകളുടെ അർത്ഥമുള്ള പദങ്ങൾക്ക് മുൻപിൽ കാണുന്ന സമാനമായ വാക്ക് ഏത്? ഏതൊക്കെ എന്ന് എഴുതുക. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കർത്താവിനുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തല്ല? കർത്താവിനുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തല്ല? മൂന്നാമത്തെ ചോദ്യം, അഭയപർവ്വതം എന്നർത്ഥം വരുന്ന ഒരു പദം. അഭയപർവ്വതം എന്നർത്ഥം വരുന്ന ഒരു പദം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വാക്യത്തിൽ 2 വാക്കുകൾ 3 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു. വാക്കുകൾ ഏതെല്ലാം? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഒരു വാക്യത്തിൽ 2 വാക്കുകൾ 3 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു. വാക്കുകൾ ഏതെല്ലാം? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സംഗീത ഉപകരണത്തിന്റെ ആദ്യത്തെ 2 അക്ഷരം വായിക്കുമ്പോൾ പരാതിക്കാരൻ എന്നർത്ഥമുള്ള ഒരു വാക്ക് കാണാം. എന്നാൽ സംഗീത ഉപകരണം ഏത്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഒരു സംഗീത ഉപകരണത്തിന്റെ ആദ്യത്തെ 2 അക്ഷരം വായിക്കുമ്പോൾ പരാതിക്കാരൻ എന്നർത്ഥമുള്ള ഒരു വാക്ക് കാണാം. എന്നാൽ സംഗീത ഉപകരണം ഏത്? അപ്പൊ ഇതാണ് 5 ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇപ്പോഴേ ഉത്തരം മനസ്സിൽ വന്നിട്ടുണ്ടാവും. എനിവേ, നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഉത്തരം അതിന്റെ റെഫറൻസോട് ചേർത്ത് അയച്ചോളൂ. ശരി ഉത്തരം നാളെ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ശരി ഉത്തരങ്ങളുമായിട്ട് നാളെ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. Till then, it's me Angel signing off. Bye and take care.